നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് നിർദ്ദേശവും നൽകി. നിലവിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്. കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിച്ചിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴി തടഞ്ഞ മാധ്യമ പ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഒക്ടോബർ 27-ന് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാതിക്കിടയായ സംഭവം അരങ്ങേറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഇടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ കൈപിടിച്ചത്. ഒഴിഞ്ഞു മാറിയ ശേഷവും ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ കൈതട്ടി മാറ്റി. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ 354A വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. കുറ്റപത്രത്തിൽ IPC 354 വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുന്നത്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിച്ചു. IPC 354A 1-4 വകുപ്പുകൾക്ക് പുറമെ 354 119A വകുപ്പും ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 27-നുണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി. എന്നാൽ മാപ്പ് തള്ളിയ പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നടക്കാവ് പോലീസാണ് സംഭവത്തിൽ കേസ് അന്ന് രജിസ്റ്റർ ചെയ്തത്. സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തത്. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരാതിക്കാരി രഹസ്യമൊഴി നൽകുകയും ചെയ്തു. വാത്സല്യത്തോടെയാണ് താൻ മാധ്യമപ്രവർത്തകയോട് പെരുമാറിയതെന്നും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുമായിരുന്നു സംഭവത്തെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ മാപ്പ് പ്രതികരണമുണ്ടായത്. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നടത്തിയെന്നായിരുന്നു അന്വേഷണത്തിൽ തെളിഞ്ഞതും. പരാതിക്കാരിയെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ സാക്ഷിമൊഴിയും വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ആദ്യം ചുമത്തിയ 354A വകുപ്പിന് പകരം IPC 354 തന്നെ ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാനുള്ള കുറ്റമായിരുന്നു ഇത്. കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. പൊതുസ്ഥലത്ത് സ്ത്രീകളോട് മോശമായി പെരുമാറിയ കുറ്റമാണ് ഈ വകുപ്പിലുള്ളത്. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും കുറ്റപത്രം വൈകാതെ തന്നെ സമർപ്പിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ നടക്കാവ് SI ബിനു മോഹൻ വിശദീകരിച്ചിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പരിശോധിച്ച പോലീസ് 17 മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുത്തു. സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. കേസിൽ തുടക്കം മുതലേ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ പോലീസ് വളരെ അനാസ്ഥയാണ് കാണിച്ചിരുന്നത്. പലതവണ കേസ് അന്വേഷണം പൂർത്തീകരിച്ചിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അവർ മനഃപൂർവ്വം വൈകിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലായിരുന്നു ഈ മാസം 3-ന് നരേന്ദ്രമോദി തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കായി എത്തി റോഡ് ഷോ നടത്തിയത്. ശേഷം ഈ മാസം 17-ാം തീയതി നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തൃശൂരിൽ എത്തുമെന്നാണ് പുതിയതായി വരുന്ന വാർത്ത. തൃശൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഒരുങ്ങുന്ന സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ ഈ മുൻജാമ്യം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ മാറ്റൊന്ന് കൂട്ടുമെന്നത് ഉറപ്പ്.